ഭാവിയിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ ബീഹാർ രാഷ്ട്രീയത്തിൽ കഴിയും എന്ന് തന്നെയാണ് അവർ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. മദൻ മോഹൻ ഝാ അടക്കമുള്ളവർ അടിത്തറ പാകിയ കോൺഗ്രസ് പ്രസ്ഥാനം ഇന്നും നിലനിൽക്കുന്നത് ശക്തമായ മതേതരത്വം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണെന്ന് കനയ്യകുമാർ പറഞ്ഞു. ഇത്തവണ ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചതാണ്. ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചെങ്കിലും മനോജ് തിവാരിയോട് അദ്ദേഹം 1,00,000-ലേറെ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. എന്നാൽ 6.5 ലക്ഷം വോട്ടുകളാണ് കൃത്യമായും കനയ്യകുമാർ കോൺഗ്രസിന് വേണ്ടി സ്വന്തമാക്കിയത്. ഇത്തവണ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കനയ്യകുമാറിനെ മുഖ്യ പ്രചാരകനാക്കിയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ നീങ്ങുന്നത്. തേജസ്വി യാദവിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കനയ്യകുമാർ ഒരുങ്ങുകയാണ്. ഒരു കാലത്ത് തേജസ്വിയും കനയ്യകുമാറും മിണ്ടാൻ പോലും മടിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. കനയ്യകുമാർ അന്ന് CPIയിലായിരുന്നു. എന്നാൽ CPIയുടെ രാഷ്ട്രീയം ഇന്നിന്റെ ജനാധിപത്യ സംവിധാനത്തിൽ അതിന് വലിയ രാശിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കനയ്യകുമാർ കോൺഗ്രസിലേക്ക് എത്തിയത്. കോൺഗ്രസിൽ എത്തിയതോടുകൂടി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കപ്പെടുന്ന ഒട്ടനവധി പ്രസംഗങ്ങളിലൂടെ അദ്ദേഹം കത്തിക്കയറി. ബീഹാർ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാറിന്റെ ഈ സമീപനങ്ങളെ പൊളിച്ചെഴുതാൻ വേണ്ടിയാണ് തേജസ്വിയും കനയ്യകുമാറും ഒരുമിക്കുന്നത്. ചിരാഗ് പാസ്വാൻ അടക്കമുള്ളവർക്കെതിരെ അവരുടെ മടയിൽ ചെന്ന് അടിക്കാൻ തന്നെയാണ് തേജസ്വി യാദവ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ BJP ആണ് അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. എന്നാൽ RJDക്ക് അധികാരം ലഭ്യമാകണമെങ്കിൽ ബീഹാറിലെ യുവാക്കളെ കയ്യിലെടുക്കണം. അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി പരിഗണിക്കാൻ, അത് പഠിച്ച് അതിന് വേണ്ടത്ര മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ഉതകുന്ന രീതിയിലുള്ള മാനിഫെസ്റ്റോ പുറത്തിറക്കണം. ഇതാണിപ്പോൾ തേജസ്വി യാദവിന്റെ മുഖ്യ ലക്ഷ്യം. കൃത്യമായിട്ടുള്ള ചടുല നീക്കമാണ് നടത്തുന്നത്. ബീഹാറിൽ 243 അസംബ്ലി സീറ്റുകളാണ് ഉള്ളത്. ബൈക്യാമറൽ ലെജിസ്ലേച്ചർ, അതായത് നിയമസഭയും അതുപോലെ തന്നെ കൗൺസിലും ഉണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിതീഷ് കുമാർ MLA അല്ല, MLC ആണ്. അദ്ദേഹം എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന ചോദ്യം കനയ്യകുമാർ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടാൻ അദ്ദേഹത്തിന് മടിയാണ്. പണ്ട് മുതൽക്കേ അങ്ങനെയാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. BJPയുടെ മറവിലാണ് താൽക്കാലികമായി മുഖ്യമന്ത്രി പദവിയിൽ സുഖിച്ചിരിക്കുന്നത്. എത്ര കാലം സുഖിച്ചിരിക്കുമെന്ന് നമുക്ക് കാണാം എന്നാണ് കനയ്യകുമാർ നിതീഷിനെ വെല്ലുവിളിച്ചിരിക്കുന്നത്.